ഏകദേശം നല്ല രീതിയിലുള്ള ബോക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി ബോക്സ് റിവീൽ ചെയ്യാണ്. നമസ്കാരം, ഇലക്ട്രോപോയിന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കുറച്ച് ആംപ്ലിഫയറിൻ്റെ റിവ്യൂസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ കാത്തിരുന്ന പോലെ ഒരു സബ്വൂഫറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് യൂസ് ചെയ്ത് ടെസ്റ്റ് അടിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്വൂഫറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സബ്വൂഫറിൻ്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ ഈ പ്രാവശ്യം നിങ്ങളെ കൊണ്ടുപോകണത്. അതിൻ്റെ വർക്കിംഗ് വീഡിയോയും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ബ്രാൻഡ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് അതിന് മുമ്പ് നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഏകദേശം നല്ല രീതിയിലുള്ള ബോക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ടെസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ വന്നിട്ടുള്ള പീസ്. ടൈപ്പ് ചെയ്താണ്. പക്ഷെ എങ്കിൽ പോലും എന്താ പറയുക, ആ ഒരു അൺബോക്സിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി നൈഫൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നൈഫിൻ്റെ റിവ്യൂ അല്ല കേട്ടോ. അപ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ ഐറ്റം. ഓക്കെ, സ്വീറ്റോൺ എന്നുള്ള ബ്രാൻഡിൻ്റെ 10 ഇഞ്ച് ഹെവി സബ്വൂഫറാണ് നമ്മൾ ഇപ്രാവശ്യം റിവ്യൂ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പോളിത്തീൻ കവറിലൊക്കെയാണ് ഇട്ട് വന്നിട്ടുള്ളത് ആക്ച്വലി. പക്ഷേ അത് മാത്രമല്ല, നമുക്കിത് കിട്ടുന്ന സമയത്ത് ഇവൻ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള കൊറിയറിലൊക്കെ ഡാമേജ് വരാതെ നല്ല രീതിയിലുള്ള ഒരു എക്സ്റ്റേണൽ കവറൊക്കെ സൈഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ വൂഫറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സബ്വൂഫർ ആക്ച്വലി നമ്മൾ മുമ്പ് നമ്മളുടെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് ഈ സംഭവം നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലത്തിൽ അന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ധൃതി ഉണ്ടായിരുന്നു ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി. അതുകൊണ്ട് നമ്മളത് ചെയ്തു വിട്ടാണ്. ഇപ്രാവശ്യം പല ആൾക്കാരുടെ ഡിമാൻഡ് പ്രകാരമാണ് നമ്മളത് അഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഓവറോൾ ഫീൽ എന്ന് പറയുന്ന അത്യാവശ്യം കയ്യിലെടുക്കുന്ന നല്ല ഹെവി ആയിട്ടുള്ളൊരു സബ്വൂഫറാണ്. 10 ഇഞ്ചാണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു മാഗ്നറ്റ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഉള്ളൊരു ഫ്രെയിമാണ്. അതിൻ്റെ സ്പൈഡർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള സ്പൈഡറും കാര്യങ്ങളൊക്കെ കാണാം. നന്നായിട്ട് അവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം. പിന്നെ അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെ ഒരു എയർ വെൻസ്, നമ്മളിപ്പോൾ ഹീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പാസ് ചെയ്യാനുള്ള എയർ വെൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ മാഗ്നറ്റ് ആണ്, ഡ്യുവൽ മാഗ്നറ്റ് അല്ല, സിംഗിൾ മാഗ്നറ്റ് ആണ്. അപ്പോൾ സ്വീറ്റോൺ എന്നുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പല വീഡിയോകളിലും സ്വീറ്റോണിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സ്വീറ്റോൺ എന്നുള്ള ബ്രാൻഡ് കൊൽക്കത്ത ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഇഷ്ടംമാതിരി പ്രൊഫഷണൽ ഓഡിയോ സിസ്റ്റംസിന് വേണ്ടിയിട്ടുള്ള സ്പീക്കേഴ്സും അതുപോലെ തന്നെ ഹോം ഓഡിയോ സിസ്റ്റത്തിന് വേണ്ടിയുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കമ്പനിയാണ്. അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളൊരു 10 ഇഞ്ച് സബ്വൂഫറാണിത്. ഇതിൽ നല്ല നല്ല ഹെവി ആയിട്ടുള്ളൊരു ബീഡിങ്, റബ്ബർ ബീഡിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലുള്ള കോണും കാര്യങ്ങളാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലൊരു ഡസ്റ്റ് ക്യാപ്പാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരുടെ ആ ഒരു എന്താ പറയുക, സബ്വൂഫർ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലുക്കാണ് ഇവരുടെ ഐഡൻറ്റിറ്റി. അല്ലാതെ ഇവരൊരു ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും പുറത്തുനിന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളവരുടെ മാനുഫാക്ചറർക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇങ്ങനെ വല്ല ബ്രാൻഡ് നെയിമോ കാര്യങ്ങളോ മതി എന്ന് പറഞ്ഞാൽ ഇല്ല, ഈ ലുക്കാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതിൽ നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബീഡിംഗ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പഞ്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ്. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ പീക്ക് പവർ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 320 വാട്ട്സ് 4 ohmsൽ കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 320 വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീക്കാണ്, പീക്ക് പവറാണ്. 160 വാട്ട്സ് ആണ് അതിൻ്റെ RMS ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അത് 4 ohmsലാണ്. ഏകദേശം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വോയിസ് കോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പൈഡറിൻ്റെ ഉള്ളിലായിരിക്കും വോയിസ് കോയിൽ വരിക. പക്ഷേ ഏകദേശം 44 mm, അത്യാവശ്യം 10 ഇഞ്ചിന് ഇത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോയിസ് കോയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 87 dB ആണ് അതിൻ്റെ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ഒരു സ്ട്രെങ്ത് അവർ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ വരുന്ന ഇതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള TS പാരാമീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.25 കിലോ ആണ്. 2.25 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഒരുമാതിരി നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാം. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ പോലെ അത്ര ഭയങ്കര ഹെവി വെയിറ്റ് എന്ന് പറയുന്നില്ല. 2.25 കിലോത്തോളം വെയിറ്റ് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാവുന്ന ടൈപ്പാണ് നമുക്കിത് വന്നിട്ടുള്ളത്.
പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്വീറ്റോണിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഡിവൈസ്. അതേപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിലുള്ള വോയിസ് റെസ്പോൺസ് ഉണ്ട്, ഈവൻ ഫ്രീക്വൻസി റെസ്പോൺസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുണ്ട്. പക്ഷേ എന്താണ് പക്ഷേ എന്നുള്ളത് നിങ്ങൾക്ക് ഓഡിയോ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാകും. എസ്പെഷ്യലി നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബോക്സും കൂടെ അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ബോക്സാണ് നമ്മളിപ്പോൾ ഈ തുണിയൊക്കെ ഇട്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കണേ. ആ ബോക്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കസ്റ്റം ഡിസൈൻഡ് ബോക്സ് ആണ്. അത്തരം ബോക്സുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം, അത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിനനുസരിച്ചുള്ള ഒരു വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു ബോക്സ് ആണെങ്കിൽ ഇത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് തരും. നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ കണ്ടുപിടിച്ച് ആ സംഭവം ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് എടുത്ത് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബോക്സ് റിവീൽ ചെയ്യാണ്. ഇതാണ് നമ്മളുടെ ബോക്സിൻ്റെ അപ്പിയറൻസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓൾറെഡി നമ്മളുടെ തന്നെ 3 കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഈ സെയിം സബ്വൂഫർ ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു റിവ്യൂ നമ്മൾ ചെയ്യാന്ന് വെച്ചത്. പറഞ്ഞാൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഉള്ള സെയിം ബോക്സസ് 2 താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.